ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഗ്രി ഹെൽപ്പറിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ BA ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെമസ്റ്റർ ആയിട്ടുള്ള ചരിത്രരചനാശാസ്ത്രത്തിലെ സമീപനങ്ങൾ അല്ലെങ്കിൽ ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിയോഗ്രാഫിയിലെ മൊഡ്യൂൾ 1 നമ്മൾ എന്താണ് ചരിത്രരചനാശാസ്ത്രത്തിൻ്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ക്വാസി ഹിസ്റ്ററി അല്ലെങ്കിൽ അർദ്ധചരിത്രം, അതുപോലെ തന്നെ ഭൂതകാലവും ചരിത്രവും അതിൻ്റെ വ്യതിരിക്തതയും ആശയവൽക്കരണവും അല്ലെങ്കിൽ പാസ്റ്റ് ആൻഡ് ഹിസ്റ്ററിയുടെ ഡിഫറൻറ്റേഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ കോൺസെപ്റ്റലൈസേഷൻ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന മൊഡ്യൂൾ 1 വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഗ്രീക്ക് ചരിത്രരചന സവിശേഷതകൾ എന്ന് പറയുന്നത്, നേച്ചർ ആൻഡ് ക്യാരക്ടർ ഓഫ് ഗ്രീക്ക് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പേപ്പറിലും നമുക്ക് കാണാനായി പറ്റുന്നുണ്ട്. നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും ഷോർട്ട് എസ്സേ ആയിട്ടും വരുന്ന ഒരു ചോദ്യമാണ് ഗ്രീക്ക് ചരിത്രരചന അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പം നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്കറിയാം 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടത്തിലാണ് നമ്മുടെ യൂറോപ്പിലൊക്കെയാണ് ചരിത്രം ആരംഭിച്ചു വരുന്നത്. പക്ഷെ ഒരു അക്കാദമികമായിട്ടുള്ള ഒന്നായിട്ട് ചരിത്രം മാറുന്നത്, അതിനെ കുറച്ചും കൂടി മാറ്റം വരുന്നത് ഹെറഡോട്ട്സ് അതുപോലെ തന്നെ ഗ്രീക്ക് ചരിത്രകാരന്മാരുടെ രീതിശാസ്ത്രത്തിൽ വന്ന മാറ്റങ്ങളിലൂടെയാണ്. ചരിത്രശാസ്ത്രത്തെ അല്ലെങ്കിൽ ചരിത്രരചനാ ശാസ്ത്രത്തെ നോക്കിക്കണ്ടിരുന്ന രീതിശാസ്ത്രത്തിൽ വന്ന മാറ്റങ്ങളിലൂടെയാണ് ശരിക്കും ചരിത്രരചനയിൽ മാറ്റം ഉണ്ടായത് തന്നെ പറയാം. അതായത് അറിയപ്പെടുന്ന ആദ്യകാല വ്യവസ്ഥാപിത ചരിത്രരചന ആരംഭിക്കുന്നത് തന്നെ എവിടെയാണ്? പ്രാചീന ഗ്രീസിലായിരുന്നു. അതായത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെ പിൽക്കാല ചരിത്രരചനയെ നിർണായകമായി സ്വാധീനിക്കാൻ പ്രാചീന ഗ്രീക്ക് ചരിത്രരചനയ്ക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ചരിത്രരചനയുടെ രീതിശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് തന്നെ ഗ്രീക്ക് ചരിത്രകാരന്മാർ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീക്ക് ചരിത്രകാരന്മാരിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഹെറഡോട്ട്സ്, അതുപോലെ തന്നെ തൂസിഡൈസിസ്, പിന്നെ പൊളിബിയസ്. ഇവരൊക്കെ തന്നെയും ചരിത്രരചനയിൽ വളരെയധികം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഹെറഡോട്ടസ്, അതുപോലെ തന്നെ പൊളിബിയസ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത് തൂസിഡൈസ്, ഇവരെ തനിച്ച് നമുക്ക് 2 മാർക്കിനായിട്ട് നമുക്ക് ചോദ്യം വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം ഈ ചരിത്രം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ചരിത്രം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ സംഭവമല്ല. അതിന് കഥ പറച്ചിലൂടെയും കഥാഗാനത്തിലൂടെയും പിന്നെ അതുപോലെ തന്നെ നാടോടി കഥാഗാനത്തിലൂടെയൊക്കെയാണ് ചരിത്രം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഈ ഓരോ ചരിത്രവും അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. അതായത് പൊതുസ്ഥലങ്ങളിൽ കൂടിയിട്ട് ഒരു പൊതുസ്ഥലത്ത് കൂടിയിട്ട് അത് കവിതാരൂപത്തിലോ ഗദ്യരൂപത്തിലോ നടത്തപ്പെട്ടിരുന്ന സംഭവ വിവരണങ്ങളിൽ നിന്നുമാണ് ഗ്രീക്ക് ചരിത്ര പുനർനിർമ്മാണത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നാടൻ പാട്ടുകളായും കഥകളായും അവ വളർന്നു വന്നു. സമകാലീനവും സമഭൂതകാലീനവും ആയ യഥാർത്ഥ സംഭവങ്ങളുടെ ആലങ്കാരിക വിവരണങ്ങളായിരുന്നു ഇവ. ഗദ്യരൂപത്തിൽ വിവരണങ്ങൾ നൽകിയ ലോഗോഗ്രാഫർമാരും പദ്യരൂപത്തിൽ അവതരിപ്പിച്ച ബാർഡുകളും ചരിത്രത്തെ ഒരു ആകർഷണീയ വിഷയമാക്കി മാറ്റി. അതായത് അന്ന് കാലത്തിൽ ഗദ്യരൂപത്തിലും അതുപോലെ തന്നെ പദ്യരൂപത്തിലുമാണ് ചരിത്രം അവതരിപ്പിച്ചത്. ഗദ്യരൂപത്തിൽ അവതരിപ്പിക്കുന്നവരെ എന്താണ് വിളിച്ചിരുന്നത്? ലോഗോഗ്രാഫർമാരെന്നും പദ്യരൂപത്തിൽ അവതരിപ്പിക്കുന്നവരെ ബാർഡറുകൾ എന്നുമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ കഥകളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാജാക്കന്മാരുടെ വീരകഥകളും അതുപോലെ തന്നെ നാടൻ പാട്ടുകളിലൂടെയൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ചരിത്രം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. വീരസാഹസിക കഥകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രം ഒരു ഇഷ്ട വിഷയമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റിയത് ലോഗോഗ്രാഫർക്കായിരുന്നു. അതായത് ലോഗോഗ്രാഫർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ചരിത്രത്തെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആകർഷിക്കുന്ന രീതിയിലാണ് ചരിത്രം ജനങ്ങൾക്ക് മുമ്പിൽ, നമ്മൾ പറഞ്ഞു ഒരു സഭയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ ഒരു ക്രൗഡിന് മുമ്പിലൊക്കെ ആയിരിക്കും ഇത് അവതരിപ്പിക്കുക. അത് കവിതാ രൂപത്തിലായിരിക്കും, ഗദ്യ രൂപത്തിലായിരിക്കും, നാടോടി രൂപത്തിലായിരിക്കും, നാടക രൂപത്തിലായിരിക്കും. അപ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് അത് വളരെയധികം താല്പര്യത്തോടുകൂടിയാണ് അവർ
ചരിത്രത്തെ നോക്കിക്കണ്ടത്. ആ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ കാണുകയാണെങ്കിലും അതിലെന്താണ്ട് അവർക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, പണ്ടുള്ള ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചിത്രീകരണം അവർക്ക് ആ ഒരു ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് പറഞ്ഞതുപോലെ തന്നെ ക്വാസി ഹിസ്റ്ററി എന്ന് പറയുന്നത് അവിടെ ഒരു തടസ്സം നിന്നിട്ടുണ്ടായിരുന്നു. അതായത് ദൈവങ്ങൾക്കും അതുപോലെ തന്നെ രാജാക്കന്മാർക്കൊക്കെ തന്നെയായിരുന്നു അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഗ്രീക്ക് ചരിത്രരചനയിൽ ലോഗോഗ്രാഫികളായിട്ടുള്ളവർ കൊണ്ടുവന്നത് കൂടുതലായിട്ടും ഒരു ചരിത്രത്തെ പൂർണ്ണമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോഗോഗ്രാഫികളിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് ഹെറഡോട്ടസ് എന്ന് പറയുന്നത്. അദ്ദേഹം BC 5-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു റോമ തത്വചിന്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹം പേർഷ്യൻ, അതായത് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധത്തിൻ്റെ ചരിത്രം വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സമകാലീന മെഡിറ്ററേനിയൻ ഏഷ്യാറ്റിക് ലോകത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും അവിടുത്തെയുള്ള മനുഷ്യ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയ രംഗത്തെ ഗതിവിഗതികൾക്ക് പുറമെ സമകാലീന സാമൂഹ്യ സാംസ്കാരിക ചലനങ്ങളെക്കുറിച്ചും അദ്ദേഹം ബോധവാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത്രയും ശ്രദ്ധ നൽകിയിട്ട് എഴുതിയത് കൊണ്ട് ചരിത്രത്തിൽ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഗ്രീക്ക് ചരിത്രകാരന്മാരുടെ ഇടപെടലുകളിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഹെറഡോട്ടസിനെ കുറിച്ച് നമുക്ക് ഇനിയും പറയാനുണ്ട്, അത് വഴിയെ പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ തൂസിഡൈസിസ് എന്ന് പറയുന്നത്. തൂസിഡൈസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹെറഡോട്ടസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും സംഭവങ്ങളുടെ വിവരണങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. എന്നാൽ തൂസിഡൈസിസ് പറഞ്ഞത് ആ ഒരു സംഭവം നടന്നു അല്ലേ, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെയാണ് ആര് അന്വേഷിച്ചു പോയത്, തൂസിഡൈസിസ് അന്വേഷിച്ചു പോയത്. കാര്യകാരണങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചരിത്രമായിരുന്നു ആരുടേത്, തൂസിഡൈസിസിൻ്റെ എന്നാണ് പറയുന്നത്. അതായത് തൂസിഡൈസിസ് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പെലപ്പനേഷ്യൻ യുദ്ധത്തിൻ്റെ ചരിത്രമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പെലപ്പനേഷ്യൻ യുദ്ധത്തിൻ്റെ ചരിത്രമാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. പ്രാചീന കാലത്തിലെ മറ്റൊരു ഗ്രീക്ക് ചരിത്രകാരനാണ് നമ്മുടെ തൂസിഡൈസിസ് എന്ന് പറയുന്നത്. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്, സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച കാരണങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് തൂസിഡൈസിസിനെയാണ്. ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് തൂസിഡൈസിസിനെയാണ്. അതായത് അദ്ദേഹം എങ്ങനെയാണ് എഴുതിയത് എന്ന് പറഞ്ഞാൽ, ചരിത്രരചനയിൽ ആദ്യമായിട്ട് കാരണവും ഫലവും വിവരിക്കുന്ന ശാസ്ത്രീയ മാതൃക അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ശാസ്ത്രീയ മാതൃക ആദ്യമായിട്ട് അവതരിപ്പിച്ചത് കൊണ്ട് അദ്ദേഹത്തെ എന്ത് വിളിക്കാറുണ്ട്, ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ധർമ്മോപദേശ ചരിത്രകൻ അല്ലെങ്കിൽ ഡിഡാക്റ്റീവ് ഹിസ്റ്റോറിയൻ എന്ന പേരിലും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ധർമ്മോപദേശ ചരിത്രകാരൻ അല്ലെങ്കിൽ ഡിഡാക്റ്റീവ് ഹിസ്റ്റോറിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അറിയുന്ന വസ്തുതകളിൽ നിന്ന് അറിയാത്ത വസ്തുതകളിലേക്കുള്ള ഒരു സഞ്ചാരം, അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്തതിലേക്കുള്ള ഒരു ധർമ്മോപദേശിതമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ യുക്തിസഹമായ നിർമ്മാണ രീതി അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് റീസണിങ് എന്ന പേരിലും അദ്ദേഹത്തിൻ്റെ ചരിത്രരചനയെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ധാർമ്മിക സദാചാര പ്രമാണങ്ങൾ നിർമ്മിക്കാനായി ചരിത്ര സംഭവങ്ങളെ യുക്തിയുടെ സഹായത്താൽ വ്യാഖ്യാനിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ധർമ്മോപദേശ ചരിത്രകാരൻ അല്ലെങ്കിൽ ഡിഡാക്റ്റീവ് ഹിസ്റ്റോറിയൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു തൂസിഡൈസിസ് എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒരു പ്രധാനപ്പെട്ട പ്രാചീന ഗ്രീക്ക് ചരിത്രകാരന്മാരിൽ ഉൾപ്പെടുന്നതാണ് തൂസിഡൈസിസ്. അദ്ദേഹം പെലപ്പനേഷ്യൻ യുദ്ധത്തിൻ്റെ ചരിത്രം വിശദമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച കാരണങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. ശാസ്ത്രീയമായ രീതി ചരിത്രശാസ്ത്രത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ
തന്നെ ധാർമ്മിക സദാചാര പ്രമാണങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയും യുക്തിസഹമായ നിർമ്മാണ രീതി അദ്ദേഹം രൂപപ്പെടുത്തുകയും ചെയ്തു. പിന്നെ എന്താണ് പറഞ്ഞത്, അറിയുന്ന വസ്തുതകളിൽ നിന്ന് അറിയാത്ത വസ്തുതകളിലേക്കുള്ള ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രരചനാ ശാസ്ത്രത്തിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ധർമ്മോപദേശ ചരിത്രകാരൻ അല്ലെങ്കിൽ ഡിഡാക്റ്റീവ് ഹിസ്റ്റോറിയൻ എന്ന പേരിലൊക്കെയാണ് അറിയപ്പെട്ടത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഗ്രീക്ക് ചരിത്രരചനയിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രീക്ക് ചരിത്രരചനയിലെ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അന്ന് നടന്നിട്ടുള്ള അലക്സാണ്ടറുടെ ആക്രമണങ്ങൾ, അതായത് BC 4-ാം നൂറ്റാണ്ട് മുതൽ റോമക്കാരുടെ ഈജിപ്ഷ്യൻ ആക്രമണം വരെയുള്ള 2 നൂറ്റാണ്ട് കാലം പൊതുവെ അറിയപ്പെടുന്നത് ഹെലനിസ്റ്റിക് കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഹെലനിസ്റ്റിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആക്രമണം എങ്ങനെയായിരുന്നു? ഒരു ആഗോള ആക്രമണങ്ങളെ തുടർന്ന് ഗ്രീക്കുകാരുടെ ചരിത്രബോധത്തിലും ചരിത്ര വിജ്ഞാനത്തിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അതായത് പൊതുവെ ഈ ഗ്രീക്ക് ചരിത്രകാരന്മാർ അവരുടേതായ ചരിത്രം അവതരിപ്പിച്ചത് നമ്മൾ പറഞ്ഞു ഒരു പൊതുവേദിയിലായിരിക്കും എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഹെലനിസ്റ്റിക് കാലഘട്ടത്തിൽ ഗ്രീക്കുകാർ പുതിയ ഭൂപ്രദേശങ്ങളായിട്ടും പുതിയ ആൾക്കാരുമായിട്ടും അല്ലെങ്കിൽ പുതിയ മനുഷ്യ സമൂഹങ്ങളായിട്ടും പരിചയപ്പെട്ടതോടുകൂടി അവിടുത്തെ ചരിത്ര വിജ്ഞാനവും ചരിത്രബോധവും വളർന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രീക്കുകാർ എന്താണ് അവരുടെ പ്രദേശത്ത് ഒതുങ്ങിക്കൂടാതെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഗ്രീക്കുകാർക്ക് ലോകം എന്നത് ഭൂമിശാസ്ത്രപരമായ ആശയത്തിൽ നിന്നും ചരിത്രപരമായ ആശയമായി മാറി. അതായത് അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് അവരുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ അലക്സാണ്ടറുടെ ആക്രമണം അല്ലെങ്കിൽ ഹെലനിസ്റ്റിക് കാലഘട്ടത്തോടു കൂടി എന്താണ് ലോകത്തെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും അവിടുത്തെ ഭൂപ്രദേശങ്ങളുടെ ചുറ്റുപാടിനെ കുറിച്ചുള്ള കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഗ്രീക്ക് ചരിത്രകാരന്മാരിൽ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പൊളിബിയസ് എന്ന് പറയുന്നത്. BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന പ്രാചീന ഗ്രീക്ക് ചരിത്രകാരന്മാരാണ് പൊളിബിയസ്. അദ്ദേഹം റോം യൂറോപ്യൻ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം ചരിത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. പ്യൂണിക് യുദ്ധങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്യൂണിക് യുദ്ധങ്ങളെക്കുറിച്ചും മധ്യധരാണി പ്രദേശം കീഴടക്കലിനെക്കുറിച്ചും അദ്ദേഹം വ്യക്തമായിട്ട് വിശദീകരണം നൽകുന്നുണ്ട്. അദ്ദേഹം പ്രധാനമായിട്ടും ചരിത്രം എഴുതിയത് ദൃക്സാക്ഷികളുടെ അഭിമുഖത്തിലൂടെയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ചരിത്രം എന്ന് പറയുന്നത് സത്യം ചരിത്രത്തിൻ്റെ കണ്ണുകൾ ആണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സത്യം ചരിത്രത്തിൻ്റെ കണ്ണുകൾ, അതാണ് അദ്ദേഹം ദൃക്സാക്ഷികൾക്ക് പ്രാധാന്യം നൽകിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ചരിത്രകാരന്മാർ ചരിത്രം ആയിട്ടാണ് അദ്ദേഹത്തെ പ്രധാനമായിട്ടും കണക്കാക്കുന്നത്. അപ്പോൾ പൊളിബിയസ് എന്ന് പറയുന്നത് സത്യം ചരിത്രത്തിൻ്റെ കണ്ണുകളാണെന്ന് പ്രഖ്യാപിക്കുകയും ചരിത്രകാരൻ എല്ലാവിധ പക്ഷപാതിത്വങ്ങളിൽ നിന്നും സ്വതന്ത്രനായിരിക്കണമെന്നും വസ്തുതകൾ അവ അർഹിക്കുന്ന രീതിയിൽ മാത്രം വിലയിരുത്തപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഗ്രീക്കുകാരുടെ ചരിത്രരചന എന്ന് പറയുന്നത് പൊതുവെ സമകാലീനമോ അല്ലെങ്കിൽ സമീപ ഭൂതകാലമോ ഉള്ളതായിരുന്നു. അതായത് അവിടെ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചിട്ട് അവർ എഴുതാനായിട്ട് അവരങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരെങ്ങനെയാണ് എഴുതിയത് എന്ന് പറഞ്ഞാൽ അവർ മൊത്തത്തിൽ എഴുതിയതായിരുന്നു. അതായത് ചരിത്രകാരൻ ഒരു പ്രത്യേക വിഷയം അഥവാ മേഖല തിരഞ്ഞെടുക്കുന്നതിന് പകരം ഇവിടെ വിഷയം അഥവാ മേഖല ചരിത്രകാരനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതായത് ഗ്രീക്ക് സമൂഹത്തിലെ ആൾക്കാർ വിശ്വസിച്ചിരുന്നത് അവരുടെ സാംസ്കാരിക നേട്ടങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗ്രീക്ക് നാഗരികതയാണ് ലോകത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഗ്രീക്ക് നാഗരികതയിലുള്ള കാര്യങ്ങൾ എന്താണ് സത്യസന്ധമായിട്ടല്ല അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ? അതായത് മറ്റുള്ള നാഗരികതയൊക്കെ തന്നെയും വളരെ താഴ്ന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ വിമർശനാത്മകമായ രീതിയിൽ അവരുടെ ചരിത്രത്തിൽ കാണിക്കുകയും, പക്ഷേ ഗ്രീക്ക് ചരിത്രത്തെ അല്ലെങ്കിൽ ഗ്രീക്ക് നാഗരികതയെ വളരെയധികം ഉന്നതിയിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ചരിത്രം പൂർണ്ണമാകുന്നുണ്ടോ? അല്ല, ചരിത്രം പൂർണ്ണമാകുന്നില്ല. അത് അവരുടേതായ താല്പര്യത്തിന് മാത്രമാണ് ഗ്രീക്ക് ചരിത്ര രചന ഉണ്ടായിട്ടുള്ളത്.
പിന്നെ അതുപോലെ തന്നെ ഗ്രീക്ക് ചരിത്രരചനാശാസ്ത്രം മാനവികത അഥവാ ഹ്യൂമനിസത്തിന് അതിയായ പ്രാധാന്യം നൽകി. ചരിത്രം എന്നാൽ മനുഷ്യൻ്റെ വിജയപരാജയങ്ങളുടെയും വിവിധ പ്രവർത്തനങ്ങളുടെയും ആശയങ്ങളുടെയും പ്രതീക്ഷകളുടെയും നേർവഴികളാണെന്നാണ് അവർ വിശ്വസിച്ചത്. മനുഷ്യൻ അനിവാര്യമായതും ചിന്താശക്തിയുള്ളതുമായ ഒരു മൃഗമാണ് എന്ന ആശയത്തെ പിൻപറ്റിയായിരുന്നു ചരിത്രരചനാശാസ്ത്രത്തിലെ മാനവികത രൂപം കൊണ്ടത്. അപ്പോൾ ഗ്രീക്ക് ചരിത്രരചനാശാസ്ത്രത്തിലെ മാനവികത അല്ലെങ്കിൽ ഹ്യൂമനിസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് ചിന്താശേഷി ഉള്ളതും അനിവാര്യമായിട്ടുള്ള ഒരു മൃഗമാണ് എന്നൊരു ആശയം പിൻപറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് ഒരു നേർവഴിയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് വിജയപരാജയങ്ങളുടെ ഒരു വിവിധ പ്രവർത്തനങ്ങളിലൂടെയുള്ളൊരു ജീവിതമായിരിക്കും ആരുടെ മനുഷ്യൻ്റെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റയ്ക്കായിട്ടും കൂട്ടായ്മയോടും ചിന്തിക്കുന്ന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവർ നടത്തുന്ന സ്വതന്ത്രമായിട്ടുള്ള ചിന്തയുടെയും ബുദ്ധിയുടെയും പ്രവർത്തനങ്ങളാണ് ചരിത്ര സംഭവങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഒറ്റയായും കൂട്ടായും നടത്തുന്ന മനുഷ്യ പ്രവർത്തനങ്ങളാണ് ചരിത്രം. എന്നാൽ ഗ്രീക്ക് മാനവികത യുക്തിക്കും ചിന്തയ്ക്കും അമിതമായ പ്രാധാന്യം നൽകിയപ്പോൾ മനുഷ്യ പ്രവൃത്തികൾക്ക് പിന്നിലുള്ള നൈതിക ബോധത്തെ അവഗണിച്ചുവെന്ന് കോളിംഗ്വുഡ് വിമർശിക്കുന്നുണ്ട്. അതായത് അവിടെ നമ്മുടെ യുക്തിചിന്തമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്, മനുഷ്യ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച നൈതിക ബോധത്തെ അവഗണിക്കുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്? കോളിംഗ്വുഡിനെ പോലുള്ള ചരിത്രകാരന്മാർ വിമർശിക്കുന്നത്. മനസ്സിലായോ? അമിതമായിട്ട് പ്രാധാന്യം നൽകുന്നത് യുക്തിക്കും ചിന്തയ്ക്കുമാണ് ഗ്രീക്ക് ചരിത്രരചനയിൽ പ്രാധാന്യം നൽകുന്നത്. പക്ഷെ നൈതിക ബോധത്തിന് കൂടി പ്രാധാന്യം നൽകണമെന്നാണ് ആര് പറയുന്നത്? കോളിംഗ്വുഡ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രീക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഹ്യൂമനിസം ആണ് എങ്കിലും അവിടെ പ്രധാനമായിട്ടും എന്ത് കാണാൻ പറ്റുന്നുണ്ട്? അമിതമായിട്ടുള്ള ഒരു വിശ്വാസം. അതായത് അവരുടെ നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ ഗ്രീക്ക് നാഗരികതയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള വിശ്വാസം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഗ്രീക്ക് ചരിത്രരചനയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ ആര് വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ആര് പിൻപറ്റുന്നില്ല, നമ്മുടെ ഗ്രീക്ക് ചരിത്രകാരന്മാർ പിൻപറ്റുന്നില്ല എന്നാണ് കോളിംഗ്വുഡ് അഭിപ്രായപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രീക്ക് ചരിത്രരചനാശാസ്ത്രം വികസിപ്പിച്ചെടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് സൈക്ലിക്കൽ വീക്ഷണം അല്ലെങ്കിൽ ചാക്രിക വീക്ഷണം എന്ന് പറയുന്നത്. അതായത് ചാക്രിക വീക്ഷണം എന്ന് പറയുന്നത് ഒരു നാഗരികതയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതായത് ഒരു നാഗരികതയുടെ ഉയർച്ചയെക്കുറിച്ചും അതിൻ്റെ തകർച്ചയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നത് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നാഗരികത തകർന്നു പോകും അല്ലെങ്കിൽ അത് തകർച്ചയിലേക്ക് എത്തുമെന്ന് അവരത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നിരവധി താഴ്ചകൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു നാഗരികത തകർന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും അതിൻ്റെ വളർച്ച ആരംഭം മുതൽ തുടങ്ങേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഗ്രീക്കുകാരുടെ ചാക്രിക വീക്ഷണത്തിൻ്റെ ദൗർബല്യം ചരിത്രം അതേപടി ആവർത്തിക്കുന്നു എന്ന ഗൂഢാർത്ഥം അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ്. അവർ പറയുന്നത് ചരിത്രം അതേപോലെ ആവർത്തിച്ചു കൊണ്ടുവരുന്നുണ്ട്, തകരുന്നു, ഉയരുന്നു, അല്ലെങ്കിൽ തകരുന്നു, ഉയർച്ചയുണ്ടാവും, താഴ്ചയുണ്ടാവും എന്നൊരു മനോഭാവമാണ് ഗ്രീക്ക് രചനാശാസ്ത്രത്തിൽ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ചാക്രിക വീക്ഷണമാണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങൾ, രാജവാഴ്ച, അരിസ്റ്റോക്രസി, അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യം, പ്രഭുത്വ ഭരണം, ജനാധിപത്യം, ജനകീയ ഭരണം തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ചാക്രിക മേഖലയാണെന്നാണ് പോളിബിയസ് പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത് ചരിത്രം എന്ന് പറയുന്നത് രാജവാഴ്ചയ്ക്കും പ്രഭുത്വ ഭരണത്തിനും ജനാധിപത്യത്തിനും അങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്, ചരിത്രം കടന്നു പോകുന്നത് എന്ന് ആരാണ് പറയുന്നത്? പോളിബിയസ് പ്രസ്താവിക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാനുള്ള ഒരേ ഒരു വഴി രാജവാഴ്ചയുടെയും അരിസ്റ്റോക്രാസിയുടെയും ജനാധിപത്യത്തിൻ്റെയും ഒരു മിശ്രിത ഭരണം മാത്രമാണെന്നാണ് പോളിബിയസ് നിർദ്ദേശിക്കുന്നത്. സാർവദേശീയ ചരിത്രം എന്ന ആശയം അതിൻ്റെ ബീജരൂപം കൈവരിച്ചത് ഹെലനിസ്റ്റിക് കാലഘട്ടത്തിലാണ് എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്
എന്താണ് അവിടെ ഒരു കാര്യത്തിൽ മാത്രം പ്രത്യേകത കൊടുക്കാതെ, അല്ലെങ്കിൽ അവിടുത്തെ പക്ഷപാതത്തിന് പ്രത്യേകത കൊടുക്കാതെ നമ്മൾ എല്ലാ കാര്യത്തിനെക്കുറിച്ചും നമ്മൾ പഠനം നടത്തണമെന്ന് മനസ്സിലാക്കുന്നത് ഹെലനിസ്റ്റിക് കാലഘട്ടത്തിലായിരുന്നു. അതായത് അലക്സാണ്ടറുടെ ആക്രമണത്തോടു കൂടി അവരെന്താണ് ഗ്രീക്ക് നാഗരികതയിൽ നിന്ന് മറ്റുള്ള നാഗരികതയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ലോകത്തിലേക്ക് അവർ എത്തി നോക്കാൻ തുടങ്ങിയത് തന്നെ ആ ഒരു ആക്രമണത്തിന് ശേഷമുള്ള അവരുടെ ചരിത്ര രചനയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഹെറഡോട്സിനെ കുറിച്ച് നോക്കാം. ഹെറഡോട്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു BCE 5-ാം നൂറ്റാണ്ടിൽ പ്രാചീനകാല ഗ്രീസിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഹെറഡോട്സ്. അദ്ദേഹം ഒരു റോമൻ തത്വചിന്തകനും പ്രഭാഷകനുമായിരുന്നു. അദ്ദേഹം ജനിച്ചിരുന്നത് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ആധുനിക തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഹെലിക്കാർണസിലാണ് അദ്ദേഹം ജീവിതം കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം ഗ്രീസിലെ ഏതൻസിലേക്ക് കുടിയേറി സ്ഥിരതാമസമാക്കുകയും അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിന് തുടക്കം കുറിക്കുന്നത്, അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചന പൂർത്തിയാക്കുന്നത്. അദ്ദേഹം തയ്യാറാക്കിയ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് ജനങ്ങൾക്ക് മുമ്പിലായിരുന്നു. അവിടെ ഒരു ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്താണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം തയ്യാറാക്കിയ ഗ്രന്ഥം ഉത്സവ ആഘോഷവേളയിൽ ജനങ്ങൾക്ക് മുമ്പിൽ വായിക്കുകയായിരുന്നു അന്നത്തിലെ ഏതൻസിലെ രീതി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറയണതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഗ്രീക്ക് ചരിത്രകാരനൊക്കെ അവർ അവതരിപ്പിച്ചിരുന്നത് ഒരു ആൾക്കാരൊക്കെ ഉള്ള ഒരു ക്രൗഡുള്ള സ്ഥലത്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റോമ തത്വചിന്തകനും എഴുത്തുകാരനുമായിട്ടുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള ഹെറഡോട്സ് എഴുതിയിട്ടുള്ള പുസ്തകം അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒരു ഒളിമ്പിക്സിൻ്റെ ഉത്സവ വേദിയിലായിരുന്നു. അദ്ദേഹത്തിന് അതിന് നല്ലൊരു കയ്യടി തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഹെലിക്കാർണസിലെ ജീവിത രീതികളെക്കുറിച്ചും അവിടുത്തെ പ്രധാന സംഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചരിത്ര രചനയിൽ കാണാൻ പറ്റുന്നത് ദ ഹിസ്റ്ററീസ് എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അതായത് ക്രമബദ്ധമായ അന്വേഷണ രീതി ഉപയോഗിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമായിരുന്നു ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 മാർക്കിന് ദ ഹിസ്റ്ററീസ് എന്ന് കണ്ടാൽ നമ്മൾ ഹെറഡോട്സിനെ കുറിച്ച് എഴുതണം കേട്ടോ. അപ്പം ക്രമബദ്ധമായിട്ടുള്ള അന്വേഷണ രീതി ഉപയോഗിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം ഏതായിരുന്നു? ദ ഹിസ്റ്ററീസ് ആയിരുന്നു. പിന്നെന്താണ് പറഞ്ഞത്? ചരിത്രത്തിൻ്റെ പിതാവായിരുന്നു അദ്ദേഹം. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന റോമൻ തത്വചിന്തകനും പ്രഭാഷകനും കൂടിയാണ് എന്ന് പറഞ്ഞു. ചരിത്രത്തെ ഒരു അക്കാദമിക വിഷയമാക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധത്തിൻ്റെ ചരിത്രമാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. സമകാലീന മെഡിറ്ററേനിയൻ ഏഷ്യാറ്റിക് ലോകത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും അവിടത്തെയുള്ള മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ചരിത്രവും അദ്ദേഹത്തിൻ്റെ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അദ്ദേഹം ചരിത്രരചന എഴുതാനായിട്ട് യാത്രകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. യാത്രകളിലൂടെയാണ് വിവരണ ശേഖരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥമാണ് 9 പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ 9 പുസ്തകത്തിന് അദ്ദേഹം എങ്ങനെയാണ് പേര് നൽകിയതെന്ന് വെച്ചാൽ, വിജ്ഞാനത്തിൻ്റെ വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന 9 ഗ്രീക്ക് ദേവതകളുടെ പേരാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്താണ്? 9 പുസ്തകങ്ങളുണ്ട് ചരിത്ര ഗ്രന്ഥമായിട്ട്. ആ 9 പുസ്തകത്തിന് അദ്ദേഹം പേര് നൽകിയത് വിജ്ഞാനത്തിൻ്റെ വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന 9 ഗ്രീക്ക് ദേവതകളുടെ പേരുകളിലാണ്. അതായത് 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ക്ലിയോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ലിയോ എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെയും കവിതയുടെയും ദേവതയാണ് ക്ലിയോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 9 ബുക്കുകളിൽ ആദ്യത്തെ ബുക്കിൻ്റെ പേര് നൽകിയത് ക്ലിയോ എന്നാണ്. അതുപോലെ തന്നെ ഈ 9 പുസ്തകത്തിൽ ആദ്യത്തെ 6 എന്ന് പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വളർച്ചയുടെ കഥ പറയുന്നതാണ്. എന്താണ്? 9 പുസ്തകത്തിൽ ആദ്യത്തെ 6 എന്നാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വളർച്ചയുടെ കഥ പറയുന്നതും. അതുപോലെ തന്നെ ക്രീസസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥയും അതിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തെ ഹെറഡോട്സിനെ തൂസിഡൈസിസ് വിശേഷിപ്പിച്ചിരുന്നത് കഥ പറച്ചിലുകാരൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. എന്താണ് വിശേഷിപ്പിച്ചിരുന്നത്? കഥ പറച്ചിലുകാരൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്.
പിന്നെ അതുപോലെ തന്നെ കഥാഗാന പാരമ്പര്യത്തിൽ നിന്നും ചരിത്രരചനയെ സ്വതന്ത്രമാക്കി ഒരു പ്രത്യേക വിഷയമാക്കി മാറ്റിയെടുത്തത് ആരാണ്? ഹെറഡോട്ട്സ് ആണ്. ഐതിഹ്യങ്ങളും കേൾവികളും അദ്ദേഹം ഉൾപ്പെടുത്തി എന്നാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിനുള്ള ഒരു വിമർശനം. അദ്ദേഹം കേട്ടുകേൾവിയിലൂടെയും ഐതിഹ്യങ്ങളിലൂടെയാണ് ചരിത്രം എഴുതുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് തൂസിഡൈഡസ് അദ്ദേഹത്തെ എന്ത് വിളിച്ചത്? കഥ പറച്ചിലുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഒരു രാജ്യത്തിൻ്റെ ചരിത്രം മറ്റൊരു രാജ്യത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തുന്ന രീതി ആരംഭിച്ചത് തന്നെ ആരാണ്? നമ്മുടെ ഹെറഡോട്ട്സ് ആണ്. സ്ഥിരതയും തുടർച്ചയും ചരിത്രത്തിൻ്റെ സവിശേഷതകളായി അദ്ദേഹം കണക്കാക്കി. അന്വേഷണ തൃഷ്ണതയും അതുപോലെ തന്നെ ആകർഷകമായ ശൈലിയും ആശയങ്ങളും ഉൾച്ചേർത്തുകൊണ്ട് ചരിത്രത്തെ ഉയർന്ന പദവിയിലേക്ക് എത്തിച്ച ഒരു അമരക്കാരനായിരുന്നു ഹെറഡോട്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെറഡോട്ട്സിൻ്റെ പങ്ക് ഗ്രീക്ക് ചരിത്രരചനയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് മനസ്സിലായില്ലേ? അതായത് ചരിത്രത്തെ ഒരു അക്കാദമിക വിഷയമാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം. എന്താണ്, ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെക്കുറിച്ച് ചരിത്രത്തിൽ വ്യക്തമാക്കും. ഇത്രയും കാര്യങ്ങളാണ് ഹെറഡോട്ട്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഗ്രീക്ക് ചരിത്രരചന അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നതായിരുന്നു. നാച്ചർ ആൻഡ് ക്യാരക്ടർ ഓഫ് ഗ്രീക്ക് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഗ്രീക്ക് ചരിത്രരചന എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ നോക്കി. അവിടുത്തെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരായിട്ടുള്ള ഹെറഡോട്ട്സ്, അതുപോലെ തന്നെ തൂസിഡൈഡസ്, പോളിബിയസ് എന്നിവരെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് 2 മാർക്കിനും അതുപോലെ തന്നെ 10 മാർക്കിനും ഷോർട്ട് എസ്സേക്കും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഒറ്റ ഒരു സെക്ഷനായിട്ട് തന്നെ ഈ ടോപ്പിക്ക് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പോളിബിയസ്, അതുപോലെ തന്നെ തൂസിഡൈഡസ്, ഹെറഡോട്ട്സ്, ദ ഹിസ്റ്ററീസ്, പിന്നെ ഗ്രീക്ക് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ്, ഈ 4 ടോപ്പിക്സും നമ്മൾ ഈ ഒരു പോർഷൻസിൽ നിന്നുള്ളത് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്, മനസ്സിലാക്കി ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.